3, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമുക്കിവിടെ 3, 4, 5 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം. ഇത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 3, 4, 5 ഇവയുടെ LCM കണ്ട് അതിനോട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഈ 3 സംഖ്യകളുടെ ലസാഗു അഥവാ LCM കാണുക. LCM കാണാനായിട്ട് നമുക്ക് ഈ സംഖ്യകൾക്ക് പൊതുവായ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 മാത്രമേ ഉള്ളൂ, വേറെ പൊതു ഘടകമൊന്നുമില്ല. അതുകൊണ്ട് LCM എന്ന് പറയുന്നത് ഇവയുടെ ഗുണനഫലമായിരിക്കും. അതായത് 3 ഗുണം 4 ഗുണം 5. അപ്പോൾ ഇത് നമ്മൾ ഗുണിക്കാം. 4 ഗുണം 5 20, 20 ഗുണം 3 60. അപ്പോൾ LCM 60 ആണ്. ഈ 60നോട് 1 കൂട്ടിയാൽ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. അതായത് 61 നമുക്ക് വേണ്ട ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ സി. 61നെ ഈ 3 സംഖ്യകൾ കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 1 കിട്ടും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പൂർണ്ണവർഗം അല്ലാത്തത് ഏത്? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ പൂർണ്ണവർഗം അല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ പൂർണ്ണവർഗമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിതിനെ ഏറ്റവും ചെറിയ ഘടകങ്ങളാക്കി മാറ്റണം. അതായത് നമുക്കിത് ഓരോന്നിനെയും ഘടകങ്ങളാക്കി മാറ്റാം. 2 ഗുണം 6നെ നമുക്ക് 2 ഗുണം 3 എന്ന് എഴുതാം. 2 ഗുണം 3 ഗുണം 15നെ നമുക്ക് 3 ഗുണം 5 എന്ന് എഴുതാമല്ലോ. ഇതിലും ചെറുതാക്കാൻ ഇനി പറ്റില്ല. ഗുണം 5. ഇനി നോക്കുക, ഓരോ സംഖ്യയും ജോഡിയാക്കാൻ പറ്റുമെന്ന്. 2 ഒരു ജോഡിയുണ്ട്, 3 ഒരു ജോഡിയുണ്ട്, 5ഉം ഒരു ജോഡിയുണ്ട്. അപ്പോൾ എല്ലാം ജോഡികളായിട്ടാണ് ഈ എക്സ്പ്രഷനകത്തുള്ളത്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗമാണ്. നമുക്ക് പൂർണ്ണവർഗം അല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ ഉത്തരമല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി നോക്കും. ഇതുപോലെ തന്നെ ഘടകങ്ങളാക്കി മാറ്റണം. അങ്ങനെ ഘടകങ്ങളാക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, ഇതിനകത്ത് പൂർണ്ണവർഗ സംഖ്യകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി ചെയ്താൽ മതി. ഇവിടെ 4 ഉണ്ട്, 4 പൂർണ്ണവർഗമാണ്. അതുകൊണ്ട് 4നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. അത് 4 4 എന്ന് തന്നെ എഴുതിയിട്ടേക്കുക. ഗുണം 15നെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഗുണം 5 എന്ന് എഴുതാം. ഗുണം 3 ഗുണം 5. നോക്കുക, 3 2 പ്രാവശ്യം വരുന്നുണ്ട്, 5 2 പ്രാവശ്യം വരുന്നുണ്ട്. 4 പൂർണ്ണവർഗമാണ്, അതുകൊണ്ട് അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ള സംഖ്യകൾ നോക്കിയാൽ മതി. 3 2 പ്രാവശ്യമുണ്ട്, 5 2 പ്രാവശ്യമുണ്ട്. അതും ജോഡിയായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതും പൂർണ്ണവർഗ സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതുമല്ല. ഇനി 4 9 25 ഇവിടെ നൽകിയിരിക്കുന്ന 3 സംഖ്യകളും പൂർണ്ണവർഗ സംഖ്യകളാണ്. അതുകൊണ്ട് അവയുടെ ഗുണനഫലവും പൂർണ്ണവർഗമായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് വേണ്ട ഉത്തരമല്ല. ഇനി അടുത്തത് നോക്കുക, 2 ഗുണം 2 ഗുണം 15 ഗുണം 5. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഗുണം 2 ഗുണം 15നെ 3 ഗുണം 5 എന്ന് എഴുതാം. ഗുണം 5. ഇവിടെ 2 ജോഡിയുണ്ട്, 5ഉം ജോഡിയായിട്ടുണ്ട്. അതേസമയം 3ന് ജോഡിയില്ല, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പൂർണ്ണവർഗമല്ല. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 10/10നോട് എന്ത് കൂട്ടിയാൽ 10/11 കിട്ടും? 10/10നോട് എന്ത് കൂട്ടിയാൽ, ഏത് സംഖ്യ കൂട്ടിയാൽ 10/11 കിട്ടും എന്ന് കണ്ടെത്തണം. ഓർക്കുക, 3നോട് എത്ര കൂട്ടിയാൽ 5 കിട്ടും എന്നറിയാൻ 5ൽ നിന്നും 3 കുറച്ചാൽ മതി. 3നോട് എത്ര കൂട്ടിയാൽ 5 കിട്ടും എന്നറിയാൻ 5ൽ നിന്നും 3 കുറയ്ക്കുക. അതുപോലെ 10/10നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 10/11 കിട്ടും എന്നറിയാൻ 10/11 നിന്നും 10/10 കുറച്ചാൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഓർക്കുക, 10/11 എന്നതിൻ്റെ അർത്ഥം 10 11 തവണ ആവർത്തിച്ച് ഗുണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 10/10 ഗുണം 10 എന്ന് എഴുതാം. 10/10 ആകുമ്പോൾ 10 തവണ 10 ഗുണിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു തവണയും കൂടെ. അപ്പോൾ 10/11 തുല്യമാണിത്. മൈനസ് 10/10. അപ്പോൾ ഇവിടെ 10/10 കോമൺ ആയിട്ടുണ്ടല്ലോ. അതായത് 10/10 ഇൻറ്റു 10 മൈനസ് 1 എന്ന് വരും. ഇത് 2 ടൈമിലും 10/10 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ പിന്നെ 10, ഇവിടെ പിന്നെ നമ്മൾ 1 എഴുതണം. 10 മൈനസ് 1, അതായത് 10/10 ഗുണം 9 എന്ന് വരും. അപ്പോൾ നമ്മൾ കൂട്ടേണ്ട സംഖ്യ 9 ഗുണം 10/10 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 5234 ഗുണം 8572നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇവിടെ 5234 ഗുണം 8572നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കാം.
ഈ ശിഷ്ടം കണ്ടുപിടിക്കാൻ ഈ ഗുണനഫലം കണ്ട് ഹരിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിലെ രണ്ടിൻ്റെ ഈ യൂണിറ്റ് പ്ലേസിലെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് മാത്രം ഇങ്ങനെ എടുക്കുക. 4 2 4 ഗുണം 2 കാണുക. 4 ഗുണം 2 8. 8നെ 5 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം കാണുക. 8നെ 5 കൊണ്ട് ഹരിച്ചാൽ 8ൽ ഒരു തവണയാണ് 5 ഉള്ളത്. 1 5 5, ശിഷ്ടം 3 കിട്ടും. അപ്പോൾ 3 നമുക്ക് വേണ്ട ഉത്തരം. ഈ 5234 ഗുണം 8572നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 3 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി 3. 11 ഗുണം 485 മൈനസ് 485ൻ്റെ വില എത്ര? ഇവിടെ 11 ഗുണം 485 മൈനസ് 485 ഇതിൻ്റെ വില കണ്ടുപിടിക്കണം. 11 കൊണ്ട് 485നെ ഗുണിച്ചിട്ട് അതിൽ നിന്ന് 485 കുറയ്ക്കാൻ പോയാൽ നമുക്ക് സമയനഷ്ടം ഉണ്ടാവും. പകരം നമുക്ക് ഈ രണ്ട് സംഖ്യകളിലും 485 ഉണ്ട്, അത് കോമൺ ആയിട്ട് എടുക്കുക. ഇത് 485 ഗുണം, ഇവിടെ നമുക്ക് ഇവിടെ പിന്നെ 11 ആണുള്ളത്. 11 മൈനസ് ഇവിടെ എത്ര എഴുതും? 485 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാൽ 485 കിട്ടുമെന്ന് നോക്കിയാൽ മതി. 1. 485നെ ഉണ്ട് 1നെ ഗുണിച്ചാൽ 485 എന്നാവും. അതായത് 485 ഗുണം 10 എന്ന് വരും. 485 ഗുണം 10 എത്രയാണ്? ഒരു 0 ചേർത്താൽ മതി. 4850. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 4850.